ലാലേട്ട ഒരുപാട് തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരം ഒരു അവാർഡ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു അവാർഡ് ലഭിക്കുമ്പോൾ അത് ഇനി സിനിമയിലൊക്കെ നിൽക്കുന്ന പുതുതലമുറയിൽപ്പെട്ട ആളുകൾക്കുൾപ്പെടെ ഒരു പ്രചോദനമായി മാറിയിട്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ കണക്കാക്കാം. എനിക്കാണ് അത് കൂടുതൽ. പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ, പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും ഏത് പ്രൊഫഷനായാലും അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത, അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, ഞാൻ മാത്രമല്ല. ഒരു പ്രൈഡ് മൊമെൻറ്റ് ഞാൻ തനിച്ച് ഞാനത് എടുക്കുകയല്ല, അതെല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഈവൻ മാധ്യമപ്രവർത്തകർ, നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. എൻ്റെ 48 വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ, പലരുമുണ്ട്. പലരും മറഞ്ഞുപോയി, അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാകും, പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ, അത് സംഭവിക്കണം. അപ്പോൾ അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല. നല്ല സിനിമ ചെയ്യണം, നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സംഭവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രൊഡക്ഷനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ, ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയാണ്. ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി, അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഇപ്പം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ. പ്രേം നസീർ സാറായാലും, ശിവാജി ഗണേശനായാലും, നാഗേശ്വർ റാവു ആയാലും, അമിതാഭ് ബച്ചനായാലും, രാജ്കുമാർ സാറൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. പത്തിക്കുറിശി സാറ്, SP പിള്ള സാറ്, അങ്ങനെയൊക്കെ വളരെ അടൂർ ഭാഷ സാർ, അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും, അതുപോലെ തന്നെയാണ് എൻ്റെ കൊളീഗ്സും.